ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയുമായി എത്തിയിരിക്കുന്നു. കുറേ ദിവസമായി വീഡിയോകളൊന്നും പോസ്റ്റ് ചെയ്യുന്നില്ല. പുതിയ ഐറ്റംസ് ഇനി ഉണ്ടാവുമായിരിക്കും. ഇന്ന് പറയാൻ പോകുന്നത്, ഒരു കസ്റ്റമർ ചോദിച്ചു, ഒരു ചാർജർ, ലാപ്ടോപ്പിൻ്റെ ചാർജർ കംപ്ലൈൻ്റ്. അപ്പോൾ വേറെ ചാർജർ കിട്ടി എനിക്ക്. അപ്പോൾ ഞാനത് കണക്ട് ചെയ്തിട്ടോ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കണക്ട് ചെയ്യാൻ പാടില്ല, അതിൻ്റെ വോൾട്ടേജും കാര്യങ്ങളും നോക്കണം. ഇതിപ്പം 19.5 വ്യൂ 3.33 ആംപിയറാണ്. അപ്പം അതേ സാധനം മാത്രമേ ആ ലാപ്ടോപ്പിൽ സെയിം ചാർജർ ഉണ്ടെങ്കിൽ മാത്രമേ, സെയിം വോൾട്ടേജും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. വ്യത്യാസം വന്നു കഴിഞ്ഞെങ്കിൽ ലാപ്ടോപ്പ് അടിച്ചു പോകും. അപ്പം കുറേ ആൾക്കാർ അത് ശ്രദ്ധിക്കാതെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പം കൂടുതൽ ആൾക്കാരും ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ഇതിൻ്റെ ആംബിയറും വോൾട്ടേജും കറക്റ്റായിരിക്കണം. എല്ലാം എങ്കിൽ ലാപ്ടോപ്പ് അടിച്ചു പോകും. ഇപ്പോൾ ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റെ എല്ലാം, ഇപ്പോൾ നോർമൽ ലാപ്ടോപ്പിൻ്റെ എല്ലാം ഏകദേശം 19 വോൾട്ടേജും പിന്നെ 3 ആംബിയറിനെ ആയിരിക്കും ഏകദേശം വരുന്നത്. അപ്പോൾ ചില ലാപ്ടോപ്പിൻ്റെ അകത്ത് അത് 20 വോൾട്ടേജ് 20 വോൾട്ട്സ് ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഏകദേശം ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റേതെല്ലാം ഏകദേശം കൂടുതലാണ് വരൽ. അതിൻ്റെ അകത്ത് പെർഫോമൻസ് കൂടാനും കാര്യങ്ങളൊക്കെ എല്ലാം വേണ്ടിയിട്ട് വോൾട്ടേജ് കൂടുതലുണ്ടാവും. ഇത് നോർമൽ ലാപ്ടോപ്പിൻ്റെ അഡാപ്റ്റർ ഇതാണ്. അപ്പം നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി നാളെ എത്തും. ഓക്കെ, ബൈ.